തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയപ്പെട്ടവരെ, ഉത്തരങ്ങളില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിലൊന്നാണ് സഹനം എന്ന് പറയുക. ആർക്കാ സഹനങ്ങളില്ലാത്തത്? ആർക്കാ നൊമ്പരങ്ങളില്ലാത്തത്? ആർക്കാ വേദനിക്കുന്ന അനുഭവങ്ങളില്ലാത്തത്? ഈ സഹനത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഒരുപാട് ഫിലോസഫി, ഒത്തിരി ദർശനങ്ങളൊക്കെ ഈ ഭൂമിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒത്തിരി മതങ്ങൾ അതിന് വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. ശ്രീബുദ്ധൻ പറയും, മനുഷ്യൻ്റെ ആഗ്രഹങ്ങളാണ് സഹനത്തിൻ്റെ ഉറവിടമെന്ന്. അതുകൊണ്ടൊന്നും ആഗ്രഹിക്കാതിരിക്കുക. മനുഷ്യൻ്റെ കർമ്മഫലങ്ങളാണ് സഹനങ്ങൾ കൊണ്ടുവരുന്നതെന്ന് പറയുന്ന ശാസ്ത്രങ്ങളില്ലേ. പക്ഷേ സഹനത്തെ നമ്മുടെ ജീവിതത്തിൽ അതിജീവിക്കേണ്ട ഒന്നായിട്ട് പഠിപ്പിക്കുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തു അടിമുടി സഹനത്തിൻ്റെ മനുഷ്യനാണ്. സഹനത്തെ നമ്മൾ കുരിശ് എന്ന് വിളിച്ചാൽ, കുരിശിൽ നകറ്റിയാൽ പിന്നെ ക്രിസ്തുവല്ല. വിക്ടോറിയസ് സഫറിങ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അന്യജീവന് ഉതകുമിയ ജീവിതം ധന്യമാക്കും അവരെ വിവേകികളെന്ന് കുമാരനാശാൻ പറഞ്ഞതുപോലെ, അന്യ ജീവന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു വിക്ടോറിയസ് സഫറിങ്, അത് യേശുവിൻ്റെ തത്വചിന്തയിലെ ഒരു ഭാഗമാണ്. സഹനങ്ങളെ ഇല്ലാതാക്കാനല്ല, സഹനങ്ങളെ അതിജീവിക്കാനാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുക. ഈ ഭൂമിയിൽ സഹനങ്ങളും ദുഃഖങ്ങളും ഇല്ലാത്ത ഇടങ്ങളൊന്നുമില്ല. നമ്മളൊക്കെ ഓരോരോ സാഹചര്യങ്ങളിൽ ചെന്നുപെടുമ്പോൾ ഈ സഹനങ്ങളെ നമ്മൾ വട്ടമിട്ട് നമ്മുടെ ചുറ്റും പറന്നിരിക്കും. പക്ഷേ അതില്ലാതാക്കാനല്ല, അതിനെ അതിജീവിക്കുക. അതാണ് ഉദ്ധാനത്തിൻ്റെ ശാസ്ത്രം എന്നൊക്കെ പറയുന്നത്. സഹനങ്ങളെ സ്നേഹിക്കാൻ സാധിക്കുമോ? അതൊരു വലിയ ചോദ്യമാണ്. ശ്രീ പെരുമ്പടവ് ശ്രീധരൻ മാസ്റ്റർ അങ്ങനെ ഒരു ചോദ്യം പണ്ട് ചോദിച്ചത് ഒരു ലേഖനമായി എൻ്റെ കയ്യിൽ പണ്ടുണ്ടായിരുന്നു. സഹനങ്ങളെ സ്നേഹിക്കാൻ സാധിക്കുക. ആ പാഠം അദ്ദേഹം പഠിച്ചതിനെക്കുറിച്ച് അദ്ദേഹം പറയും, ക്രിസ്തുവിനെ കണ്ടെത്തിയ ശേഷം ഞാൻ എൻ്റെ ദുഃഖങ്ങളെ സ്നേഹിക്കാൻ പഠിച്ചു എന്ന്. ദുഃഖങ്ങളെ സ്നേഹിക്കാനാവുമോ? അതൊരു ചോദ്യമാണ്. നമ്മൾ പലപ്പോഴും ദുഃഖം വരുമ്പോൾ തകരുന്ന വ്യക്തികളാണ്. അല്ല, ഇതിനെ സ്നേഹിച്ച് ഇതിനെ അതിജീവിച്ച് വിജയത്തിലെത്തുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയം വരിക്കുന്നവരാകുക. അതല്ലേ ഒരു ഉത്ഥാനാനുഭവം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ദുഃഖങ്ങളെ സ്നേഹിക്കാം, ദുഃഖങ്ങളെ അതിജീവിക്കാം, സങ്കടങ്ങളെ ജീവിതത്തിന് ഉപകാരം നൽകുന്ന, നമ്മളെ നന്മയിലെത്തിക്കുന്ന ഒന്നായിട്ട് കാണുകയും ചെയ്യാം. അതിന് സഹനങ്ങളുടെ മനുഷ്യനായ യേശു നമ്മളെ സഹായിക്കുന്നു.